പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ഒരു കർത്തൃമേശ ശുശ്രൂഷയുടെ മുമ്പാകെയായിരിക്കുന്നു. എല്ലാ മാസം ഒരു ഞായറാഴ്ച കർത്തൃമേശ ശുശ്രൂഷ നടത്തുന്നു എന്നത് ഒരു പതിവായിട്ട്, ഒരു പരിപാടിയായിട്ട് മാറി. അങ്ങനെ ഒരു പരിചയത്തിലേക്ക് പോകാം. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് മാസത്തിൽ ഒരു ഞായറാഴ്ചയായിരിക്കുന്നത്. അതിൽ കുടിരുമ്പോഴൊക്കെയും ചെയ്യണം. അങ്ങനെ പലരും ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നുണ്ട്. പല ആളുകളും നമ്മൾ അതിനെ വിധിക്കുന്നില്ല, നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല. എന്നാൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നു. വളരെ ഗൗരവത്തോടെ, ഒരു ചടങ്ങായിട്ടല്ല, ഒരു പരിപാടി പോലെയല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് നേടിത്തന്ന ആ രക്ഷയെ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ, വെറുതെ ഓർക്കുകയല്ല, ആ ഓർമ്മ നമ്മുടെ രക്ഷയെ ഒരിക്കൽ കൂടെ ഉറപ്പാക്കുവാൻ, പുതുക്കുവാൻ, നമ്മൾ ആ രക്ഷയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ പാപം നിറഞ്ഞ ലോകത്ത്, പാപം നിറഞ്ഞൊരു ജഡത്തിൽ ജീവിക്കുമ്പോൾ, വീണ്ടും ജനിച്ച ദൈവമക്കളായാൽ പോലും നമുക്ക് സംഭവിക്കാവുന്ന ചില വീഴ്ചകൾ, അവയെ ഒരിക്കൽ കൂടെ പരിശോധിച്ചുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു നേടിത്തന്ന ആ രക്ഷയെ ഒരിക്കൽ കൂടെ അനുഭവിച്ചുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനും ഒരിക്കൽ കൂടെ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനുമാണ് നമ്മൾ ഈ ശുശ്രൂഷയെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ ശുശ്രൂഷ നമ്മൾ അങ്ങനെയാണ് അതിനെ പ്രാധാന്യമുള്ളതായി കാണുന്നത്. ദൈവജനം തന്നെ നമ്മളോട് കൽപ്പനയായിട്ട് പറയുന്നുണ്ട്, ഓരോ കർത്തൃമേശ ശുശ്രൂഷയിലും നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് പങ്കെടുക്കുവാനെന്ന് പറയുന്നതിന്റെ കാരണം, ഓരോ തവണയും ശോധന ചെയ്ത്, യോഗ്യതയോടുകൂടി ശോധന ചെയ്ത് നമ്മൾ വീണ്ടും നമ്മളെ തന്നെ പുതുക്കി, മാനസാന്തരപ്പെട്ട്, അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട്, ശുദ്ധീകരണത്തോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്നുള്ളത് ദൈവജനം നമുക്ക് നൽകുന്ന കൽപ്പനയാണ്. ദൈവജനത്തിലൂടെ നമ്മളെ തന്നെ എപ്പോഴും പരിശോധിക്കുവാൻ ഓരോ ശുശ്രൂഷയുടെ സമയത്തും ദിവസങ്ങളിലും നമ്മളത് എടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർ ലേഖനം ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായം, അതിൻ്റെ 1 കൊരിന്ത്യർ 10-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മൈക്ക് കൂടെ ഒന്ന് വായിക്കാം ആരെങ്കിലും. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. നമുക്കറിയാം, പഴയ നിയമം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ചരിത്രമാണ്. ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ്. അവർ ദൈവത്തെ അനുഭവിച്ചവരാണ്. ദൈവത്തിന്റെ പലതരത്തിലുള്ള നടത്തിപ്പുകൾ, അത്ഭുതകരമായ രീതിയിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവരെ ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ മുന്നോട്ട് നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പഴയ നിയമത്തെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ 10 വാക്യത്തിൽ അതെല്ലാം കൂടെ ചേർത്ത് ഒരു കണ്ടൻസ്ഡ് ആയിട്ട്, സംക്ഷിപ്തമായിട്ട് അവരെ കുറിച്ച് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അവരിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു പല രീതിയിൽ. പക്ഷെ അവരിൽ പലരിലും പ്രസാദിച്ചില്ല. പിന്നെ പറയുന്ന അവർ വീണുപോയി, അവരെ തള്ളിക്കളഞ്ഞു, അവരെ കൊന്നുകളഞ്ഞു. അങ്ങനെ ന്യായവിധിയിൽ അവർ തള്ളപ്പെട്ടു പോയി എന്നാണ്. പക്ഷെ പല രീതിയിൽ, പല കാരണങ്ങളാൽ
അവർക്ക് ദൈവം അവരെ തള്ളിക്കളയുവാൻ പല കാരണങ്ങളാൽ ദൈവം അവരെ തള്ളിക്കളയുവാൻ തക്കവണ്ണമുള്ള അനിഷ്ടം അവരോട് ദൈവത്തിന് തോന്നി എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ വായിച്ച വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഒരുപാട് അനുഭവം ദൈവത്തിന് നടത്തിപ്പ് പല രീതിയിൽ അനുഭവിച്ചവരാണ്. പല അത്ഭുതങ്ങൾ അറിഞ്ഞിട്ടുള്ളവരാണ് അല്ലെ. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പല സംഭവങ്ങൾ അവരെ കണ്ടിട്ടുള്ളവരാണ്. ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ള അത്ഭുതകരമായ ഇടപെടൽ കണ്ടിട്ടുള്ളവരാണ്. എങ്കിലും അവര് പലതരത്തിൽ അവരുടെ പെരുമാറ്റം കൊണ്ട് അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ കോപിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന് അവരോട് അനിഷ്ടം തോന്നി. അതുകൊണ്ട് അവർ തള്ളപ്പെട്ടു. ഈ പൽക്കാലം പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഇസ്രായേൽ മക്കളിൽ നിന്ന് ഇവർ തന്നെ നമ്മൾ വായിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ഇന്ന് പുതിയ നിയമത്തിൽ അത് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോസ്തലനായ പൗലോസ് അത് എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ, നിങ്ങൾക്ക് ഇന്നൊരു ദൃഷ്ടാന്തമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ഇസ്രായേൽ ജനതയുടെ അനുഭവം, ജീവിതവും, അവർക്കുണ്ടായ അനുഭവം, അതിൽ അവർ പരാജയപ്പെട്ടതും ദൈവത്തെ കോപിപ്പിച്ചതുമായിട്ടുള്ള അവരുടെ പ്രവൃത്തി നമ്മളുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമുക്ക് അവരെ നോക്കി നമ്മൾ അവരുടെ വീഴ്ചയിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കണം. അപ്പോൾ അത് ഇസ്രായേൽ ജനതയ്ക്കുള്ളതല്ലേ എന്ന് നമുക്ക് വേണേൽ പറയാം. എന്നാൽ അങ്ങനെയല്ല. പുതിയ നിയമ ഇസ്രായേൽ എന്നാണല്ലോ നമ്മളെ കുറിച്ച് പറയുന്നത്. ആരെക്കുറിച്ച്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച്, ദൈവസഭയെ കുറിച്ച് പറയുന്നത് പുതിയ നിയമത്തിന്റെ ഇസ്രായേലാണല്ലോ. പുതിയ നിയമ ഇസ്രായേൽ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്ന ആ കാര്യങ്ങൾ, ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളും ദൈവത്തിന്റെ നടത്തിപ്പും അവിടെ അതുപോലുള്ള നടത്തിപ്പുകൾ ദൈവജനത്തിനുമുണ്ട്, പുതിയ നിയമവിശ്വാസികൾക്കുണ്ട്. അത്ഭുതങ്ങൾ അനുഭവിച്ചവരാണെങ്കിൽ അവർക്ക് സംഭവിച്ച പോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാമെന്നുള്ളത് കൊണ്ട് നമുക്ക് അവരിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കണം. എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് അവിടെ രണ്ടൊന്നുമല്ല, ഒരു നാലഞ്ചാറ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, അവരുടെ സ്വഭാവത്തിലുണ്ടായിരുന്നത്, നിങ്ങൾ അത് വായിക്കുമ്പോഴത്തേക്ക് അവിടെ അതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അവരുടെ കാര്യത്തിൽ അവരുടെ കുറവ്, പിറുപിറുപ്പ് ഉണ്ടോ അവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ? പിന്നെ അവിശ്വാസം ഉണ്ടോ? ഉണ്ട്. മത്സരം, ഒരു റിബലിയസ് നേച്ചർ, മത്സരം അവിടെ ഉണ്ട്. പിന്നെ പിന്മാറ്റം ഉണ്ട്. അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഞാനത് ഇനി നോക്കുമ്പോൾ നമുക്കത് നോക്കാം. അവിടെ ഓരോ വാക്യങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. ഹൃദയകാഠിന്യം ഉണ്ട്. പിന്നെ ദുർമോഹം ഉണ്ട്. ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വാക്യത്തിൽ, ഈ 10 വാക്യത്തിനകത്ത് അവിടെ പറയുന്നുണ്ട്. പല സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു മത്സരത്തിന്റെ ആത്മാവും അവരുടെ ദൈവത്തോടുള്ള ഒരു മറുതലിപ്പും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതൊക്കെ അവരുടെ ആ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ആ ചരിത്രം നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നമുക്കിത് പരിശോധിക്കാം. നമ്മളിലും ഇത് ഉണ്ടോ എന്നുള്ളതാണ് ഈ പകൽക്കാലം നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില ചെറിയ പ്രശ്നങ്ങളാണ്. അല്ല വലിയ കാര്യങ്ങളൊന്നുമല്ല, പട്ടികയിൽപ്പെട്ട ഭാവമൊന്നുമല്ല. സാധാരണ സഭായോഗങ്ങളിൽ, പൊതുവായിട്ടുള്ള സഭായോഗങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടം എന്താന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ, എന്താണ് മനസ്സിലാകാത്ത കാര്യങ്ങൾ, കുറെ വലിയ തിയോളജി കേൾക്കാൻ, അല്ലെങ്കിൽ വേറെ കൂട്ടർക്ക് ദൈവത്തിന്റെ സ്നേഹവും കൃപ അതിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ഒരു സുഖം, സന്തോഷം, അത് മാത്രം കേട്ടു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഗൗരവത്തോടെ പറയുന്നൊരു കാര്യം, നാൾതോറുമുള്ള നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ദൈവവചന കൽപ്പനകളെ പ്രമാണിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. അത് ദൈവവചന പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ കൽപ്പനകളെയും ഒരുപോലെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ദൈവഹിതം അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ കാര്യത്തിലും ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു പ്യൂരിറ്റിയുടെ 100% പ്യൂരിറ്റി, 100% ഇന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ പറഞ്ഞ പോലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 100%.
ആ 100%-ലേക്ക് 100% ദൈവഹിതത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയിൽ പൂർണ്ണതയിൽ ജീവിക്കുവാൻ, ഓരോ ദിവസവും ജീവിക്കുവാൻ വേണ്ട പരിശോധന നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ സഭയിൽ പറയുന്നത്, നമ്മൾ സഭയിൽ കേൾക്കുന്നത്, നമ്മൾ സഭയിൽ ഉത്സാഹിപ്പിക്കുന്നത്. അല്ലാതെ കുറെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും ഇന്ന് അനേകർക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഈ ഇത്തരത്തിൽ ബൈബിൾ പഠിക്കാനും ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞാൽ യാക്കോബക്കാരനാണ്, സഭയിലാണ് പോകുന്നത്, ഇപ്പോൾ പള്ളിയിലാണ് പോകുന്നത്. ഒരു പറഞ്ഞു ഞങ്ങൾ ഉച്ചയും ഞങ്ങൾക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങൾ എല്ലാ സഭക്കാരും കൂടി ഞങ്ങൾ ബൈബിൾ അവർക്കൊരു അവരുടെ ഒരു തൃപ്തിയാണ്, അവരുടെ മനസ്സിന്റെ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ അവരെല്ലാവരും കൂടെ കൂടി കുറെ നല്ല കാര്യങ്ങളെല്ലാം പറയുന്നു. അവർക്കറിയാം പള്ളിയിലെ ഇത് പോരാ, എന്നാൽ നമുക്കൊന്നുകൂടെ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള രീതിയിൽ അത് മതി. അപ്പൊ ആ രീതിയിലല്ല നമ്മൾ സഭായോഗത്തെ കാണുന്നത്. അല്ലെങ്കിൽ ദൈവവചനത്തിന് മുമ്പായി ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കുവാൻ, ഇതിനെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ദൈവവചനം എന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്, എന്നെ മുന്നോട്ട് നടത്തുവാനായിട്ടുള്ള, എന്നെ കഴിയുവാൻ, എന്നെ തിരുത്തുവാൻ, എന്നെ ശാസിക്കുവാൻ, എന്നെ ശിക്ഷണത്തിലൂടെ നടത്തുവാൻ ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണെന്നുള്ള ഗൗരവത്തോടെയാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് പരിശോധിക്കുന്നത്, ഈ നമ്മളിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാനായിട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം, പിറുപിറുപ്പ്. നമ്മൾക്ക് പിറുപിറുപ്പുണ്ടോ? ഇന്നലെ നമ്മൾ ആ കാര്യം ചെറുതായിട്ട് ചിന്തിച്ചു. പിറുപിറുപ്പുണ്ടോ? നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ദൈവത്തിന്റെ ഒച്ചതി പറ ദൈവത്തിന്റെ പരമാധികാരം. നമ്മൾ ആലപ്പുഴ ചർച്ചിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറയുന്നത് നിന്നാ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു സംശയം കൂടാതെ എല്ലാവരും ഒറ്റ വിശ്വാസത്തിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു, വെറുതെ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്ക് എല്ലാവരും പറഞ്ഞു പരമാധികാരം, ദൈവത്തിന്റെ. അപ്പൊ എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു നല്ല ബോധ്യമുണ്ട്, അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും പറയുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളതിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ത്? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് പിറുപിറുപ്പ്. ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരല്പം പോലും പിറുപിറുപ്പുണ്ടാകാൻ പാടില്ല. അയ്യോ ഇതെന്താ അങ്ങനെ എന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരരുത്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കാർ അനങ്ങുന്നില്ല. സ്വാഭാവികമായിട്ട് പിറുപിറുപ്പുണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് അവിടെ തന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു. ഞാനോർത്ത് ജയമോള് പിറുപിറുക്കുമെന്നായിരുന്നു ഞാൻ നോക്കിയത്. കാര്യം ജയമോൾക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. സാധാരണഗതിക്ക് ജയമോൾ പറയുന്നതാണ്. പക്ഷെ ഇന്നലെ ജയമോൾ പിറുപിറുത്തില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസം. എന്തോ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അതായത് കഴിഞ്ഞ കുറേ കാര്യങ്ങൾ ഉത്തരവാദിത്തം ജയമോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഏതായാലും സമയം പോകല്ലോ എന്നൊന്നും ഓർത്തൊന്നും വലിയ ടെൻഷനൊന്നും ഇല്ലാതെ അത് ഏതായാലും അപ്പോഴത്തേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു എന്നുള്ളതിൻ്റെ ഞാൻ പറഞ്ഞത് പിറുപിറുപ്പ് സാഹചര്യങ്ങളുടെ മുമ്പിൽ നമുക്ക് പിറുപിറുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഈ ജനത്തെയൊക്കെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഓരോന്ന് കണ്ടാലും പിന്നെയും പിറുപിറുക്കുന്നവരായിരുന്നു. നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കണം കേട്ടോ. നമ്മളിത് പറയുമ്പോൾ നമ്മൾ പിറുപിറുപ്പ് ഇല്ലെന്നങ്ങ് വിചാരിച്ചോണ്ട് അങ്ങനെ വിചാരിച്ച് വലിയ ഗമയിലൊന്നും ആരും ഇരിക്കണ്ട. ഈ വേറെ പല സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ പലപ്പോഴും പിറുപിറുക്കാറുണ്ട്. എന്നാലും ഒരു പരാതി പിറുപിറുപ്പാണെന്ന് ചോദിച്ചാൽ പിറുപിറുപ്പല്ല. ഞാൻ ആ കാര്യം പറഞ്ഞതല്ലേ എന്നാ പറയുന്നത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷെ ആ പറച്ചിൽ എന്തിനാ? ഒരു കുറ്റപ്പെടുത്ത ഒരു പരാതിയാ അത് പിറുപിറുപ്പാ. ഈ പരാതി പറയുന്നതന്നെ പിറുപിറുപ്പ് എന്ന് പറയുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇസ്രായേൽ ജനത അങ്ങനെയായിരുന്നു. അവരെ വലിയ കഷ്ടപ്പെട്ടാണ് മോശ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കടലിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അവർ അപ്പം തുടങ്ങി പിറുപിറുപ്പ്, ഇല്ലേ? ചെങ്കടലിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ കഴിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മനുഷ്യൻ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നാണോ, കടൽ മുക്കി കൊല്ലാൻ കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചു. അത്ഭുതം ദൈവത്തിന്റെ കണ്ടവരാണ്. പക്ഷെ അത് കഴിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് പല സന്ദർഭങ്ങളുണ്ട്. എന്താ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാതെ കൊല്ലാൻ കൊണ്ടുവന്നു, പിറുപിറുപ്പാ. പിന്നെ അത് കഴിഞ്ഞ് മന്ന കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മന്ന പോരെ ഞങ്ങൾക്ക് ഇറച്ചി വേണം, പിറുപിറുപ്പ്. ഇങ്ങനെ ഒരു പിറുപിറുപ്പിന്റെ ആളുകളായിരുന്നു അവര്. അതുകൊണ്ട് നമ്മൾ ഇതാരാ? ദൈവത്തിന്റെ സ്വന്തം ജനം, വീണ്ടെടുക്കപ്പെട്ടത് ജനം. ഇത് തന്നെയാണ് ദൈവമക്കൾക്ക് സംഭവിക്കാവുന്നതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ചെറിയൊരു കാര്യം വരുമ്പോൾ, ചെറിയൊരു സിറ്റുവേഷൻ, ചെറിയൊരു സംഭവം വരുമ്പോൾ നമ്മൾക്ക് ഇഷ്ടം എന്താണ്? എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്മൂത്തായിട്ട് നടക്കണം. ആ സ്മൂത്തായിട്ട് നടക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാൽ അവിടെ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ദൈവത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഒരാള് അവിടെ ആ സ്മൂത്തായിട്ട് പോകുന്നിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ ഇഷ്ടപ്പെടുന്നതോ നമ്മൾ വിചാരിച്ചതോ ആയ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ അവിടെ സമാധാനമായിട്ട് നിൽക്കുന്നതാണ് നമ്മളുടെ പിറുപിറുപ്പില്ലാത്ത ജീവിതം എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പിറുപിറുപ്പ് അല്ലെങ്കിൽ ആ ഒരു പരാതിയില്ലാത്ത ഒരു മനസ്സിൽ ദൈവത്തിന്റെ പരമാധികാരത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്
സ്വസ്ഥതയിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതാണ് പരിശോധിക്കേണ്ടത്. ഈ പൽക്കാലം നമ്മൾക്ക് ഇസ്രായേൽ മക്കളുടെ ആ സ്വഭാവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കണം. നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ദിവസങ്ങളിൽ അത് ഏറ്റു പറയാം. അതിനൊക്കെയുള്ള അവസരമാണ് നമ്മൾ ഈ കർത്തൃ ശുശ്രൂഷയുടെ ദിവസം. രക്ഷാ പദ്ധതിയെ ഓർക്കുമ്പോൾ ഇന്ന് നമുക്ക് രക്ഷയ്ക്ക് അവസരമുണ്ടെന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മളെ ഇന്നും പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് വിടുതൽ നൽകുമെന്നുള്ള വിശ്വസിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പരിശോധിക്കുന്നത്. രണ്ടാമത് വേറൊരു കാര്യം, അവരുടെ ഈ ആളുകൾ കണ്ടിരുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഈ വെറുപ്പ് വരുന്നതിന്റെ കാര്യം എന്നാന്ന് പറയുന്നത് ഒരു കാര്യം അവരുടെ അവിശ്വാസമാണ്. അവരുടെ വിശ്വാസം ഒന്ന് പോവുക. എത്ര അത്ഭുത പ്രവർത്തികൾ കണ്ടാലും അടുത്തൊരു കാര്യം വരുമ്പോൾ അവര്, നമ്മളും അങ്ങനെയല്ലേ, നമ്മൾ തിരിഞ്ഞു നോക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ചില ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകളെ ഓർക്കണമെന്ന് പറയുന്നത് എന്തിനാ? ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴത്തേക്ക് നമ്മളിത് മറന്നു പോകരുത്. ദൈവം ഇന്ന് ഇത്രയും നേരം കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു, ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയാണ് ഇവിടെ വരെ കൊണ്ടുവന്നതെന്നുള്ളത് ഓർക്കുന്നില്ല. അപ്പം നമ്മൾ നോക്കുന്നത് ആ സാഹചര്യമാണ്. അയ്യോ, ഇവിടെ എന്ത് ചെയ്യും, അതെന്താ സംഭവിക്കുന്നത്? അതിന് കാരണം ഒറ്റ വാക്കി പറഞ്ഞാൽ അവിശ്വാസം. അവിശ്വാസം അവിശ്വാസം എബ്രായർ 4-ാം അധ്യായത്തിന്റെ നമ്മളോടുള്ള ദൈവത്തിന്റെ വചനം നൽകുന്ന പ്രബോധനം എന്താണ്? പുതിയ ദൈവ വിശ്വാസികൾ, നമുക്ക് ഇസ്രായേൽ മക്കൾക്ക് അവിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കുണ്ടാകാമെന്നാണോ? അല്ല. നമ്മളെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ വചനം നൽകുന്ന പ്രബോധനം എന്താണ്? എബ്രായർ 4-ാം അധ്യായം അതിന്റെ അല്ല, അത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അതൊരു മുന്നറിയിപ്പാണ്. അത് കഴിഞ്ഞ് 4-ന്റെ 1 മുതൽ ഒന്ന് വായിക്കാം. അതെ അതെ അതെ. കേട്ടവരാണ്, എന്നാൽ തങ്ങൾ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെടാതെ പോയി. കാരണം കേട്ടവരത് വിശ്വാസമായി പരിണമിച്ചില്ല. വിശ്വസിച്ചവരായ നാമാണ് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് നമുക്കുള്ള പ്രബോധനം. വിശ്വസിച്ചവർക്ക് മാത്രമേ എന്തുള്ളൂ? സ്വസ്ഥതയുള്ളൂ. പ്രവേശനമല്ല, സ്വസ്ഥത. സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വസ്ഥതയുള്ളൂ. അതാണ് നമുക്കുള്ള പ്രബോധനം. നമ്മളതാണ് ഏറ്റെടുക്കേണ്ടത്. അടുത്ത മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിന് സ്ഥിരമുണ്ടായിരുന്ന ഒരു കാര്യമാണ് അവരുടെ മത്സരം. ദൈവത്തോടും ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളോടുള്ള മത്സരിക്കുന്ന ഒരു ജനമായിരുന്നു അവർ. അതിനെ ദൈവം ഗൗരവമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അവിടെ ചില കാര്യങ്ങൾ, അവിടെ ആ സംഖ്യാപുസ്തകത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ നമുക്കവിടെ കാണാം. സംഖ്യാപുസ്തകത്തിൽ ഒന്ന് മോശയായിരുന്നു അവരുടെ നേതാവ്. അവരെ നടത്തുന്ന ആള് മോശയായിരുന്നു അവർക്ക് ദൈവം വെച്ചിരുന്ന അധികാരം. അപ്പൊ മോശയോട് എപ്പോഴും അവർക്കൊരു മത്സരം ഉണ്ടായിരുന്നു. പലർക്കും ഇവിടെ മത്സരിച്ച ഒരാളാണ് പിന്നെ എന്താണ് കോരഹിന്റെ മത്സരം. അത് സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണും. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 16 സംഖ്യാപുസ്തകം 16 നമ്മൾ കാണുന്നുണ്ട്. അവിടെ കോരഹ് അവനും കുറച്ചു കൂട്ടരും മോശയോട് മത്സരിച്ചു. അവർക്ക് എന്താ സംഭവിച്ചത്? ഭൂമി പിളർന്നവർ അവരെ ഭൂമി വിഴുങ്ങിയെന്നാ പറയുന്നത്. അപ്പൊ അവരുടെ ജീവൻ തന്നെ ഇല്ലാതെ മരിച്ചു. അത്ര ഗൗരവത്തോടെയാണ് ദൈവം കാണുന്നത് മത്സരത്തെ, അധികാരത്തോടുള്ള മത്സരത്തെ ദൈവം വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്തുണ്ട് മെറിയം മോശയോട്, അത് 12-ലാണ് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലാണ്. മെറിയം, മോശയുടെ സഹോദരിയായിട്ടുള്ള മെറിയം മോശയെക്കുറിച്ച് കുറ്റം പറഞ്ഞു. മോശയെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് അപ്പോൾ തന്നെ കുഷ്ഠരോഗം പിടിപെട്ടു. ദൈവത്തിന് ന്യായം ആ സമയത്ത് സ്പോട്ടിൽ വരികയാണ് മത്സരം. നമ്മൾ ഇന്നലെ ചിന്തിച്ച വിഷയം എന്തായിരുന്നു? ഇന്നലെ നമ്മൾ കർത്തൃശയ്ക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ച, ഇന്നലെ നമ്മൾ കേട്ട മെസ്സേജ് എന്തായിരുന്നു? അത് മത്സരത്തിന്റെ ഒരു കാര്യമാണ്. എന്താ കേട്ടത്? ആ വിഷയം എന്തായിരുന്നു? സബ്ജക്ട് എന്തായിരുന്നു ഇന്നലെ കേട്ടത്? മറന്നുപോയല്ലോ. തിരുത്തലുകളും ശാസനകളുള്ള നമ്മുടെ മനോഭാവം. അതായിരുന്നു ആ ടൈറ്റിലിന്റെ, ആ മെസ്സേജിന്റെ ടൈറ്റിൽ. തിരുത്തലുകളോടുള്ള നമ്മുടെ മനോഭാവം. ഈ തിരുത്തലുകളെ സ്വീകരിക്കാതെയും ശാസനകളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ്? മത്സരമുള്ളവരാണ്. അധികാരത്തോട് ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾ, അത് ഭവനത്തിലാകട്ടെ, സഭയിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയായാലും ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളോട് മത്സരിക്കുമ്പോൾ, മത്സരിക്കുക എന്ന് അധികാരത്തിന്റെ ശാസനയെ, തിരുത്തലിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ
അത് വെളിവാക്കുന്നത് ഒരു മത്സരത്തിന്റെ ആത്മാവാണ്, മത്സരമാണ്. അതിനെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ദൈവം അതിനെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. മത്സരം എന്ന് പറയുന്നത് അധികാരത്തോടെ, അത് മത്സരം എന്ന് പറയുന്നത് വാക്കുകൊണ്ടൊന്നും വേണമെന്നില്ല. മനസ്സിലുണ്ടാകുന്ന ഒരു മനോഭാവത്തിൽ തന്നെ ദൈവം കാണും ആ മത്സരം. മത്സരത്തിന്റെ മനോഭാവം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു അധികാരത്തോട് ഒരു 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 വിധേയപ്പെടലില്ല എങ്കിൽ, അവിടെ ആ മനോഭാവം, ആറ്റിറ്റ്യൂഡിൽ അത് പ്രകടമാകും. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഒരു മത്സരത്തിന്റെ ആത്മാവുള്ള ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവര് നമ്മൾ പറയുമ്പോൾ അതിന് വേണ്ട ഇത് കൊടുക്കത്തില്ല, എന്ത് അറ്റൻഷൻ കൊടുക്കാതെ കേൾക്കാതിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേൾക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് അപ്പോഴേ സെൻസ് ചെയ്യാം ഈ വ്യക്തി നമ്മളോട് വിധേയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, മത്സരത്തിന്റെ ഒരു സ്പിരിറ്റാണ് ആ വ്യക്തിയിലുള്ളതെന്ന്. മുഖത്തോട്ട് നോക്കത്തില്ല, ഐ കോണ്ടാക്ട്, മുഖത്തോട്ട് നോക്കാതെ സംസാരിക്കുമ്പോൾ വളരെ ഇതായി ഒരു വളരെ കെയർലെസ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളപ്പോൾ അതിനകത്ത് വലിയ ഭാരപ്പെടുന്നൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു മത്സരത്തിന്റെ ആത്മാവാണെന്ന് വേഗം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ചിലർക്ക് പിന്നീട് അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ദുഃഖം തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് മനസ്സിലാവും നമുക്ക് ഇത് തീർച്ചയായിട്ടും അത് മത്സരമായിരുന്നു എന്നുള്ളത്. പക്ഷെ ഗൗരവത്തോടെ കാണണം. ഇന്ന് പഴയ കാലത്തെ പോലെ ശിക്ഷാവിധി ഒന്നും കർത്താവ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ പോലെ ഓൺ ദ സ്പോട്ട് ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്ന ഒന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾക്ക് വലിയ ഗമേൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ടേ ഭൂമി പിളർന്ന പോയേനെ. എന്നാൽ ഗൗരവത്തോടെ കാണണം. ദൈവത്തിന്റെ കൃപയുടെ കാലത്ത് ജീവിക്കുമ്പോൾ അതിനെ നമ്മൾ കൂടുതൽ കാണണം, കൂടുതൽ ഭയത്തോടെ കാണണം. മറ്റൊരു സ്വഭാവം ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അവർ വേഗത്തിൽ പിന്മാറിപ്പോയി. കുറച്ചു നാളൊക്കെ ഇങ്ങനെ സംഘസുഖമായിരുന്നു. നമുക്ക് അതാണ് കുറച്ച് നാൾ നമ്മൾ ഈ ഒരു അറ്റൻഷൻ കിട്ടാതെ നമ്മൾ വേറെ എവിടെയും ഈ വിസർജനത്തിന്റെ കാര്യത്തിൽ ഉദാഹരണം, മോശ കുറച്ചു നാളത്തേക്കൊന്ന് മാറിയിരുന്നു. എന്താ സംഭവിച്ചത്? അവരവരുടെ കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ചു. അതുപോലെ നമ്മളിങ്ങനെ എപ്പോഴും സഭായവും ഉണ്ടെങ്കിൽ, എപ്പോഴും ഇങ്ങനെ മീറ്റിംഗും എല്ലാവരും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, എപ്പോഴും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഇരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു മീറ്റിംഗ് ഇല്ലാതെ നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിലോട്ട് നമ്മൾ കുറച്ച് ദിവസം വേറെ ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മീറ്റിങ്ങിലൊന്നും കൂടാൻ പറ്റാതെ വല്ലതും വന്നാൽ പെട്ടെന്ന് പിന്മാറിപ്പോകുന്നതിൻ്റെ ഒരു സാധ്യത നമ്മൾ കാണുന്ന സാധ്യതയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലർക്കും അത് സംഭവിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും സഭായോഗങ്ങളിൽ കൂടാതെ സഭായോഗങ്ങളെ ഗൗരവത്തിൽ കാണുമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. സഭായോഗങ്ങളിൽ നിരന്തരമായിട്ട് വരാതിരിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ പറ്റുന്നൊരു കുഴപ്പം അതാണ്. നമ്മൾ അതുകൊണ്ടാണ് സഭായോഗത്തിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കണമെന്ന് നമ്മൾ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ഉത്സാഹിപ്പിക്കുന്നത്. സഭായോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ അറിയാതെ അവര് പിന്മാറിപ്പോകും. അതുകൊണ്ടാണ് ഗൗരവത്തോടെ നമ്മൾ പറയുന്നത് സഭായോഗങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ള. ആ പിന്മാറ്റം സംഭവിക്കാം. ഈ ഇസ്രായേൽ വേറെ കുഴപ്പം പറ്റിയത് അവരുടെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ മോശം മാറിയത്. അത് മാത്രമല്ല, അവര് പിന്നീട് ഇടയ്ക്ക് വിജാതീയരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ പറ്റിയത്? അവരും കൂടെ അവരുടെ ആചാരങ്ങൾ ഇങ്ങോട്ട് വന്നു. അല്ലാതെ ഇവരൊക്കെ അവരെ നേടാൻ പറ്റിയില്ല. അതിന് വരും അവരുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നു. നമുക്കും അത് സംഭവിക്കാം. നമ്മൾ ചുറ്റുമുള്ളവരുമായിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ വേണം. അവരെ നമ്മളങ്ങനെ വിരോധികളായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ അവരുമായിട്ട് ഇടപെടുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യം എന്താ? അവരുടെ ചില രീതികൾ നമുക്ക് അതിലോട്ട് നമ്മളങ്ങ് ആയി പോവുക. പിന്മാറാനുള്ള വലിയ സാധ്യത നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു വാക്യം വായിക്കാം. എബ്രായലേഖനം 10-ാം അധ്യായം. എബ്രായലേഖനം 10-ാം അധ്യായം. അതിന്റെ 38-39 വാക്യങ്ങൾ.
ഇതാണ് നമുക്കുള്ള പ്രബോധനം. ഇതാണ് നമുക്കുള്ള പ്രബോധനം. നമ്മൾ പിന്മാറാതിരിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം. വിശ്വാസത്തിൽ പിന്മാറാതെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ പിന്മാറി നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ നേടുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. ഇതാണ് നമുക്കുള്ള പ്രബോധനം. നമ്മളത് വിശ്വസിക്കണം, നമ്മളത് ഏറ്റെടുക്കണം, മനസ്സിലാക്കണം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മത്സരത്തിന്റെയും പിറുപിറുപ്പിന്റെയും എല്ലാം പുറയിൽ അവിശ്വാസമാണെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു കാര്യം കൂടി ഇവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ ഈ കൊരിന്ത്യനകത്ത് വായിച്ചതിനകത്തൊന്ന് കാണുന്നുണ്ട്. ഇസ്രായേൽ ജനതയുടെ മറ്റൊരു സ്വഭാവം എന്തായിരുന്നു അറിയാവോ? അവരുടെ ഹൃദയം വളരെ കഠിനപ്പെട്ടു. അവർ വായിക്കുന്നുണ്ട് ഹൃദയ കാഠിന്യം. ഈ മത്സരവും പിറുപിറുപ്പും ഒക്കെ വരുന്നതിന്റെ പുറയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഉറപ്പായിട്ട് പറയാം അവരുടെ ഹൃദയം കഠിനപ്പെട്ടതാണ്. കഠിനപ്പെടുന്നു, ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. ഹൃദയ കാഠിന്യം ഒരു 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 കാരണമാണ്. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 95 സങ്കീർത്തനം അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പോലെ നിങ്ങൾ 8 വാക്യങ്ങൾ, എട്ടാം വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മാസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഈ മെരിബായിലെയും മാസാനാളിൽ എന്നാ സംഭവിച്ചിട്ടുള്ള ഹൃദയ കാഠിന്യത്തിൽ അത് സന്ദീപ് പിന്നീട് ഒന്ന് വിശദീകരിച്ചു മതി. അവിടെ പക്ഷെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ കഠിനപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനപ്പെടരുത് എന്ന സങ്കീർത്തനത്തിന്റെ വാക്യം നമ്മൾ കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇതാണ് നമുക്കുള്ള ദൈവത്തിന്റെ കൽപ്പന. നമുക്ക് ഓർക്കാം. ഒരു കാര്യം കൂടെ കാണിക്കട്ടെ. ദുർമോഹം അവിടെ പറയുന്നു. ദുർമോഹം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ദുർമോഹം നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ചൊരു കാര്യമാണ് ദുർമോഹം. അവർ വളരെ എല്ലാത്തരം മോഹങ്ങളും പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്, അല്ലെ? എല്ലാത്തരം മോഹങ്ങളും പാപത്തിലേക്ക് നയിക്കുന്നതാണ്. അങ്ങനെ ഒരു വാക്യം പുതിയ നിയമത്തിലുണ്ട്. ഏതാണെന്നറിയാം? എല്ലാത്തരം മോഹങ്ങളും പാപത്തിലേക്ക് നയിക്കുന്നതാണ്. ഏതാണ് ആ വാക്യം? പുതിയ നിയമത്തിലെ വാക്യം. യാക്കോബ് 1 നിയമത്തിന്റെ വാക്യം ഏതാ? ഒരു മോഹം ഗർഭം ധരിച്ച് പാപത്തെ അതാണല്ലോ പാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പം യാക്കോബ് കൃത്യമായിട്ട് അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എല്ലാ മോഹത്തെ ഒറ്റ വാക്കിൽ കണ്ടുവരുന്ന മോഹങ്ങളെല്ലാം എന്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ ആ വാക്യം യാക്കോബ് 1:14-15. യാക്കോബ് 1:14-15. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ഉളവാക്കുന്നു. അപ്പോൾ എല്ലാത്തരം മോഹങ്ങളും മോഹം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള നിലനിൽക്കുന്ന എപ്പോഴും ഉള്ള ദുർമോഹം, അത് ദൈവത്തിൽ ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളതാണ്. ദൈവം നമ്മളെ തള്ളിക്കളയാൻ ഇടയാക്കുന്ന കാര്യമാണ്. നമ്മൾ ഓർക്കണം, ദുർമോഹം അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാം മോഹം അത് പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചത്. നമ്മുടെ വചനം വായിക്കുമ്പോൾ, നമ്മളെ വചനത്തിൽ ഒരു കാര്യം കാണുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കണം കേട്ടോ. നമ്മളിതൊരു സഭായോഗത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു കുറെ വസ്തുതകൾ വായിക്കുന്നതല്ല. ഇത് സത്യമായ കാര്യമാണ്. ഇത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് ഓർക്കണം. നമ്മൾ ഈ വായിക്കുന്ന വാക്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിനെ ആ അർത്ഥത്തിൽ കണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും. അതാണ് ആ ഗൗരവത്തോടെ നമ്മൾ ഇതിനെ കാണണം. മറ്റൊരു സങ്കീർത്തന വാക്യം വായിക്കാം. 106 സങ്കീർത്തനം. അവിടെ ഈ മോഹത്തെ കുറിച്ച് പറയുന്നൊരു വാക്യം. 106 സങ്കീർത്തനം. അതിന്റെ 14 വാക്യം. മോഹിച്ചു, ദൈവത്തെ പരീക്ഷിച്ചു. അതാണ് ഇസ്രായേൽ. അവർ മോഹം കൊണ്ട് അവർ ദൈവത്തെ ടെംപ്റ്റ് ചെയ്തു. ദൈവത്തെ പരീക്ഷിച്ചു എന്നാണ്. ദൈവത്തെ പരീക്ഷിച്ചു. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരുവാൻ കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ,
നമ്മളിപ്പോൾ എത്ര കാര്യങ്ങൾ കണ്ടു? 6 കാര്യങ്ങൾ. ദുർമോഹം, ഹൃദയകാഠിന്യം, പിന്മാറ്റം, മത്സരം, അവിശ്വാസം, പിറുപിറുപ്പ് എന്നിങ്ങനെ 6 കാര്യങ്ങൾ നമ്മൾ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടു. ഇസ്രായേൽ മക്കളിൽ ദൈവം കണ്ട ഈ വെറുക്കുന്ന കാര്യങ്ങൾ, ദൈവം വെറുക്കുന്ന ഈ കാര്യങ്ങൾ നമ്മളിലും ഉണ്ടാകാം, നമ്മളിലും കടന്നു വരാം. ഇല്ലേ? തീർച്ചയായിട്ടും ഒന്ന് അങ്ങനെ പറയാനല്ല, തീർച്ചയായിട്ടും ഉണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കുന്നതല്ല. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്കൊരു ഭയവും ഒരു 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 അങ്ങനെ ഉണ്ടാകാമെന്ന് പറയുമ്പോൾ നമ്മളത് ഉണ്ടാകാം എന്ന് പറയല്ല. അയ്യോ ഇതുണ്ടാകാം എന്ന് പറഞ്ഞൊരു ദൈവഭയത്തോടുകൂടി അത് പറയുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കുന്നതിനുള്ളൊരു ഗൗരവബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ, നമ്മൾ ഇന്ന് അത് കാണുന്നുവെങ്കിൽ നമ്മൾ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. കാര്യം എന്താണ്? നമ്മൾ ഇന്നായിരിക്കുന്നത് കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത നിത്യരക്ഷാ പദ്ധതിയെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയുടെ മുമ്പായാണ്. അതുകൊണ്ട് ഒരിക്കലും നിരാശയ്ക്ക് കാര്യമില്ല. കാര്യം ഇന്നും നമുക്ക് നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുവാനോ കൊണ്ട് മതിയായതാണ്. അതിന്റെ ഓർമ്മയാണ് നമ്മൾ പുതുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ, ഇതൊക്കെ സംഭവിക്കാവുന്ന അപകടങ്ങളാണെന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ കേൾക്കുന്നു. ഈ മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് ഭയത്തോടെ, ദൈവഭയത്തോടെ, കൂടുതൽ ദൈവഭയത്തോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ പരിശോധിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു. നമുക്കത് പരിശോധിക്കുകയും ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യാം. അനുതാപത്തിന്റെ ഒരു കരച്ചിലുണ്ടെങ്കിൽ അവിടെ രക്ഷയുടെ ഒരു ശുദ്ധിയും സന്തോഷവുമുണ്ട്. അനുതാപത്തിന്റെ ഒരു കരച്ചിലുണ്ടെങ്കിൽ അവിടെ രക്ഷയുടെ സന്തോഷവുമുണ്ട്. അവിടെ കഴിവുകൾ നടക്കുന്നു. കർത്താവ് രക്തത്താലുള്ള പൂർണ്ണ ശുദ്ധീകരണം അവിടെ നടക്കുന്നതുകൊണ്ട് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അതാണ് ദൈവമക്കൾ അനുഭവിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം പ്രാർത്ഥനയ്ക്കായിട്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ പരിശോധിക്കാനുള്ള സമയമാണ്. ഇസ്രായേൽ ജനതയെ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിറുപിറുക്കുന്നവരാണോ? പിറുപിറുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. പിറുപിറുപ്പ് എന്നുള്ളത് ദൈവ വിശ്വാസമുള്ളവർക്ക് ഉണ്ടാകാനേ പാടില്ല എന്ന് നമുക്ക് ആ ഗൗരവത്തോടെ നമ്മുടെ മനസ്സിൽ പറയാം. നമുക്ക് തീരുമാനിക്കാം, കർത്താവ് എപ്പോഴെങ്കിലും ഒരു ചെറിയ അംശമെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ അതെന്റെ അവിശ്വാസമാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ളത് പരമാധികാരത്തോടുള്ള അവിശ്വാസമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എനിക്കുണ്ടാകരുത്. വിശ്വസിച്ചവരാണ് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന എന്നുള്ള പ്രബോധനം ഞാൻ ഗൗരവത്തോടെ കാണുന്നു. അത് എനിക്കുള്ളതാണ് എന്ന് നമുക്ക് വിശ്വസിച്ചത് ഏറ്റെടുക്കാം. ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളോടും ദൈവത്തോടുമുള്ള മത്സരം അതിനെ ഗൗരവത്തോടെ കാണുന്നു. അതാണ് തിരുത്തലും ശാസനയും സ്വീകരിക്കാതിരിക്കുമ്പോൾ മത്സരത്തിന്റെ ഒരു ആത്മാവാണ് അവിടെ വരുന്നത് എന്നുള്ളത് തിരിച്ചറിയാം. പിന്മാറാനുള്ള സാഹചര്യമുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ഉത്സാഹം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാം. ഹൃദയം കഠിനപ്പെടരുത്. മോഹം, ശാന്തമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയെ കാണിച്ചിരുമ്പോൾ നമ്മൾ സത്യസന്ധരാണെങ്കിൽ അതേ പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. എങ്കിലും നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ചില കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിന് പറ്റിയ പോലെ, അതാണ് അവർ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആയിരിക്കുമ്പോൾ തന്നെ അവരിൽ ഉണ്ടായിരുന്ന ചില അനിഷ്ട ദൈവം ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങളായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. നമ്മളതിനെ ഗൗരവമുള്ള പാപമായിട്ട് തന്നെ വിളിക്കുന്നു. അവർ അതിനെ ഗൗരവത്തോടെ കണ്ടില്ല. നമ്മളും അതിനെ വലിയ ഗൗരവത്തോടെ പെറുവിറുപ്പ് അതൊരു പാപമാണ് നമുക്ക് തോന്നാതിരിക്കാം. എന്നാൽ അതിനെ പാപമായിട്ട് തന്നെ വിളിക്കുന്നു. അല്ലെങ്കിൽ ഒരു സമാധാനം നഷ്ടപ്പെടുമ്പോൾ അവിടെ ഒരു അവിശ്വാസം ഉണ്ടെന്നുള്ളത് നമ്മളത് സ്വാഭാവികമാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതൊരു പാപമാണെന്ന് വിളിക്കണം. ദൈവമക്കൾക്ക് സംഭവിക്കാവുന്ന ചില വീഴ്ചകളായിട്ട് ഇതിനെ കാണുമ്പോൾ കേവലം വീഴ്ചകളല്ല, ഇത് ഗുരുതരമായ ദൈവത്തിന്റെ അനിഷ്ടം വരുത്തി വെക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് തന്നെ കാണാം. ദൈവം നമ്മളെ തള്ളിക്കളയുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് തന്നെ കാണാം. സത്യസന്ധമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവമുണ്ടായ ഒരു ഏറ്റുപറച്ചിൽ ഈ സമയം നടക്കട്ടെ. അനുതാപത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ, അനുതാപത്തിന്റെ ഹൃദയപൂർവ്വമുള്ള അനുതാപത്തിന്റെ നുറുക്കത്തോടെയുള്ള ഒരു ഏറ്റുപറച്ചിൽ. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു തിരുത്തൽ വരുമ്പോൾ
അത് വെറുതെ ഇങ്ങനെ ശരി ബ്രദറെ എന്ന് പറഞ്ഞുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദൈവസേനയിൽ കർത്താവേ ശരിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. അയ്യോ ഞാൻ ഇനി അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാവണ്ണം ഞാനത് ആഗ്രഹിക്കുന്ന കർത്താവേ, അയ്യോ ഞാനത് ചെയ്തത് എന്താണെന്ന് ഓർത്തൊരു കരച്ചിൽ, ഉള്ളിൽ നിന്നുള്ളൊരു നിലവിളി ആ കാര്യത്തെക്കുറിച്ച് ഉണ്ടാകുന്നതാണ് യഥാർത്ഥ അനുതാപം. അകത്ത് ഉണ്ടാകട്ടെ, അതുണ്ടാകട്ടെ. അതേ കർത്താവേ, അതേ കർത്താവേ, അങ്ങേ ദുഃഖിപ്പിക്കുന്ന, അങ്ങേക്ക് അനിഷ്ടമായിട്ടുള്ളതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ കൊണ്ട് ഞങ്ങളെ മുന്നോട്ട് നടത്തുവാൻ അതേ കർത്താവേ, അതേ കർത്താവേ ഞങ്ങൾ കാണുന്നു. ഇന്ന് ഞങ്ങൾ അവിടുത്തെ രക്ഷയെ ഓർക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് ഇന്ന് വീണ്ടും ഒരു രക്ഷയുടെ ദിവസമായി മാറ്റുവാൻ, ശുദ്ധീകരണത്തിന്റെ ദിവസമായി മാറ്റുവാൻ അതേ കർത്താവ് ഞങ്ങൾ അതേറ്റു പറയുന്നവർക്ക് കർത്താവേ ഞങ്ങളുടെ ബലഹീനത എന്ന് പറഞ്ഞ് കാണാതെ കർത്താവേ ഞങ്ങളുടെ വീഴ്ചയായിട്ട് തന്നെ അത് ഏറ്റു പറയുവാൻ തക്കുന്നു ഞങ്ങൾ കർത്താവേ നന്ദി നന്ദി കർത്താവ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ വാസ്തവമായി നമ്മൾ ഉള്ളിൽ പരസ്യമായിട്ട് ഏറ്റു പറയുകയല്ല, എന്നാൽ കർത്താവിന് മുമ്പാകെ നമ്മുടെ രഹസ്യത്തിൽ കാണുന്ന പിതാവിന് മുമ്പാകെ നമുക്കത് പറയാം, രഹസ്യത്തിൽ പറയാം. രഹസ്യത്തിൽ കാണുന്ന പിതാവിന് മുമ്പാകെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് ഏറ്റുപറത്തി ഉണ്ടാകട്ടെ. അത് മറ്റൊരാൾ കേൾക്കുന്നില്ല, ഒരാൾ കേൾക്കേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഉള്ളിൽ എന്നാൽ അത് പറയണം. കർത്താവ് എൻ്റെ അവസ്ഥ ഇതായിരുന്നു, ഞാനതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, ഞാനത് വെറുക്കുന്നു. ആ അവസ്ഥ, ആ ഒരു മനോഭാവം, ആ ഒരു സ്വഭാവ രീതിയെ ഞാൻ വെറുക്കുന്നു, ഞാൻ അതിനെ തള്ളിക്കളയുന്നു. അവിടത്തേക്ക് ഇഷ്ടമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയാം.